ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെ 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ 3 മാസം ഞാൻ ഇത് അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെയോ അതിനെക്കുറിച്ചൊന്നല്ല പറയുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾക്കാണ് ഈ മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ പ്രവാസികളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഒരുവിധമൊക്കെ ഒഴിവാക്കാം. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാനൊക്കെ വാഷ് ബേസിലൊക്കെ ഇങ്ങനെ നമ്മൾ മുടി ഇങ്ങനെ ചീപ്പ് കൊണ്ട് ചീകിയാൽ നിറയെ മുടിയായിരുന്നു. അപ്പോൾ അതിനൊരു 90% വരെ എനിക്കതിന് മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, പ്രവാസികൾക്കാണ് ഈ മുടി കൊഴിച്ചിലിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ. ഒരുപാട് ഇപ്പം ഞാനൊക്കെ പ്രവാസിയാവുന്നതിന് മുമ്പ് ഒരുപാട് ഇപ്പോൾ എനിക്ക് കാണുന്നതിലേറെ നല്ല തിക്നെസ്സുള്ള മുടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബാർബർ ഷാപ്പിലൊക്കെ നാട്ടിലൊക്കെ ബാർബർ ഷാപ്പിൽ പോകുമ്പോൾ ഈ മുടീൻ്റെ ഉള്ളെടുക്കുന്ന ഒരു കത്രിക ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു വെട്ടിച്ചിരുന്നു, ഉള്ളിൽ കൂടുതലാണ്, തിക്നെസ് ഒന്ന് കുറക്കണം എന്നൊക്കെ. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ പ്രവാസിയായതിന് ശേഷം ഒരുപാട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയി. എനിക്കൊരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായ കാര്യം മുടി കൊഴിയാൻ കാരണം. ഒന്ന്, ഫസ്റ്റ് നമ്മൾ ടെൻഷന് കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഓരോ ടെൻഷനും കാര്യങ്ങളും ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നന്നായിട്ട് മുടി കൊഴിയും. പിന്നെ രണ്ടാമത് ഇവിടുത്തെ വെള്ളം, പിന്നെ മൂന്നാമത് നമ്മൾ ഭക്ഷണക്രമം. അപ്പോൾ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് നല്ല മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പിന്നെ ഒന്ന്, ഞാൻ നന്നായിട്ട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഞാൻ നല്ല നാടൻ ഫുഡ്, റൂമിലുണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ മെസ്സിൽ നിന്ന് ഒക്കെ കഴിക്കൽ തുടങ്ങി. അപ്പോൾ കാരണം ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഞാനിത് 3 മാസം ഇതിൻ്റെ ഒരു ചേഞ്ച് ഞാൻ നോക്കിയിട്ട് പിന്നെ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൽ പിന്നെ എണ്ണയിൽ പൊരിച്ചത്, അതുപോലെ ചിക്കൻ ഐറ്റംസ് പൊരിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. അതുപോലെ ഇത് പറയാൻ പറഞ്ഞു, ഷുഗർ ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ഒഴിവാക്കിയത് കേട്ടോ. എനിക്ക് ഷുഗർ ഉണ്ടായിട്ടില്ല, ഷുഗർ ഉള്ള പഞ്ചസാര ഒഴിവാക്കി. അങ്ങനെ ഫുഡിൽ ഞാൻ മാറ്റം വരുത്തിയത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ദിവസേന കുടിക്കുന്ന വെള്ളത്തിൽ ഒരുപാട് മാറ്റം വരുത്തി. നല്ല വെള്ളം കുടിക്കണം. വെള്ളം നമ്മൾ സാധാരണ കുടിക്കുന്നത്, നമ്മളെ വെയിറ്റും പിന്നെ നമ്മൾ കുടിക്കേണ്ട വെള്ളം കൂടെ ഉള്ളൊരു കണക്കുണ്ട്. അത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിനെക്കുറിച്ച്, അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൽ ഞാൻ ചേഞ്ച് വരുത്തി. പിന്നെ രണ്ടാമത് നമ്മൾ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ചിന്തകൾ നമുക്ക് അനാവശ്യമായിട്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകളും ടെൻഷനുകളും, ആവശ്യമായിട്ടുള്ള എല്ലാ ടെൻഷനും കാര്യങ്ങളും ഒഴിവാക്കുക. ആവശ്യമുള്ള ടെൻഷൻ മാത്രം അടിച്ചാൽ മതി. അനാവശ്യമായിട്ടുള്ള എല്ലാ ടെൻഷനും കാര്യങ്ങളും നമ്മളെ തല റിലാക്സ് ആക്കുക, ഫുള്ള് ഫ്രീ ആക്കുക. അപ്പോൾ അതാണ് ഞാൻ ചെയ്ത മറ്റൊരു കാര്യം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുമോ അത് ചെയ്യാൻ കഴിയില്ല, ടെൻഷൻ അടിച്ചേ മതിയാവും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, ടെൻഷൻ അടിച്ചേ മതിയാവുന്നല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മൂന്നാമത് ഞാനൊരു മെഡിസിനാണ് പരിചയപ്പെടുത്താൻ വന്നത്. അതൊരു പ്രൊഡക്റ്റ്. പിന്നെ ഞാനതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാം. പിന്നെ അതിൽ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളറിയുന്ന പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചാൽ ക്ലിയർ ആവും. പിന്നെ അങ്ങനെ സൈഡ് എഫക്റ്റ് ഉള്ള അങ്ങനെയുള്ളൊരു വിഷയമൊന്നുമില്ല. ഞാനൊരു ഡോക്ടറോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു 3 മാസത്തിൻ്റെ ഒരു 4 മാസത്തോളമായിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പൈസ ഉള്ള സംഭവമാണ്. എന്നാലും നമുക്ക് മുടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യത്തിലും അത് ഒരുപാട് നമുക്ക് എന്താ പറയുക മെച്ചമുള്ള കാര്യമാണ്, മെച്ചമുള്ളൊരു ഗുളികയാണിത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്തത്. പിന്നെ ഞാൻ വെള്ളം നമ്മൾ പ്രവാസികളൊക്കെ അറിയാം, ഇപ്പോൾ ചൂടുള്ള കാലമാണ്. ഇപ്പോൾ ഞാൻ വണ്ടിയിൽ AC ഇട്ടിരുന്നിട്ട് തന്നെ വേർക്കണമെന്നൊക്കെ കാണാം. അപ്പോൾ വെള്ളം എന്ത് ചെയ്യാം, മാക്സിമം വെള്ളം പിടിച്ച് വെച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രം തല കഴുകുക. ചൂടുള്ള വെള്ളത്തിൽ കഴുകാതിരിക്കുക. ഇപ്പോൾ ഈ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണവരൊക്കെ ഉണ്ടാകും, അവർക്കൊക്കെ ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ പെട്ടെന്ന് ചെന്നുകൊണ്ട് കുളിയും നനയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വാട്ടർ ബോട്ടിൽ കണ്ടല്ലോ, 20 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ, അതിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചുകൊണ്ട് അതിന് ശേഷം മാത്രം ആ വെള്ളം ഉപയോഗിക്കുക. ഞാനൊക്കെ നേരത്തെ പിന്നെ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിരുന്നത്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കുന്ന വെള്ളമല്ല, ഓൾറെഡി ഇവിടുത്തെ വെള്ളം ചൂടായിക്കാറല്ലോ ഈ കാലാവസ്ഥക്ക്.
അപ്പോൾ അത് അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ തണുത്തോളം ഉപയോഗിക്കൽ തുടങ്ങി. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മുടി കൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഈ ഒരു ലൈന് നോക്കണ്ട കേട്ടോ. അത് ഞാൻ ഏകദേശം എൻ്റെ ഒരു 5 വയസ്സ് മുതൽ ഞാൻ ഈ ഒരു സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചീകി ഇവിടെ ലൈന് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, വാഷ് ബേസിലൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ ഇതാക്കിയാൽ ഒരുപാട് മുടി ഇങ്ങനെ കൊഴിഞ്ഞ് വീണീന്. അപ്പോൾ അതിനൊക്കെ 90% മാറ്റുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മുടി കൊഴിച്ചിൽ നമുക്ക് ഒഴിവാക്കാം, മാക്സിമം ഒഴിവാക്കാം. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.